ഇഷ്ടാവാണ്ടിരിക്കാൻ കാരണം 2:15 പടത്തിന് നമ്മൾ 2:36 എത്തിയിരിക്കുകയാണ് ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ മൂവി വ്ളോഗ്. സോ നമ്മളിന്ന് ഹൈലൈറ്റ് മാളിലേക്ക് പോവാണ്. ഹൈലൈറ്റ് മാൾ തൃശ്ശൂർ. സോ നമ്മൾ ഇതുവരെയായിട്ട് അവിടെ പോയിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് ഇന്നാണ് നമ്മളവിടെ സിനിമ കാണാൻ പോണത്, സർവം മായ. സോ എനിക്ക് പേഴ്സണലി ആ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമുക്കിപ്പോൾ ടിക്കറ്റും കിട്ടി. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ട് അവിടുത്തെ വിഷ്വല് കാണിക്കുന്നതായിരിക്കും. ഇവിടെ ഒരുത്തൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പുച്ഛഭാവത്തോടു കൂടി. എന്താ സംഭവം എന്നറിയില്ല, എന്താണൊക്കെ പറയാനുള്ളത്. നേരം വൈകി ഓരോരുത്തർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അച്ഛൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റഷിലാണ്. 2:15 പടം. ടാക്സി. സോ നമ്മൾ ബാംഗ്ലൂരും എല്ലായിടത്തും ഇങ്ങനെയാണ്, നമ്മൾ എല്ലായിടത്തും നേരം വൈകിട്ട് എത്താം. പക്ഷെ ഇതറിയില്ല, നമ്മൾ കേച്ചേരിയിൽ നിന്ന് ഹൈലൈറ്റിലേക്ക് എത്തണം. സോ നമ്മൾ അവിടെ എത്തിയിട്ട് നമ്മൾ പടം കണ്ട് തിയേറ്ററിൻ്റെ എങ്ങനെയുണ്ട് തിയേറ്റർ പടത്തിനെ കുറിച്ചുള്ള റിവ്യൂ വരുന്നതായിരിക്കും വിത്ത് ഫാമിലി. സോ ഗൈസ്, നമ്മളാകെ ലേറ്റായി. 2:15 ഇവിടെ 2 മണിയായി. നമുക്ക് ഹൈലൈറ്റ് എത്തണം. നമ്മളിപ്പോൾ 7 കല്ലാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തിരിക്കുകയാണ് നേരം വൈകിട്ട്. 2:15 പടത്തിന് നമ്മൾ 2:36 എത്തിയിരിക്കുകയാണ് ഗൈസ്. ഫാമിലി, ഇങ്ങനത്തെ ഒരു ഫാമിലിയിലാണ് നിങ്ങൾ എവിടെയും കണ്ടുണ്ടാവില്ല. 2:15 പടത്തിന് 2:40 നമ്മൾ വന്നിരിക്കുന്നത്. ഞാൻ അറിയില്ല പടം എന്താവുന്നു, ഇന്റർവെല്ലായി ഉണ്ടാവും. വൈകി ഓടി 1 കയറുകയാണ് ഗൈസ്. സോ ഇതാണ് ഗൈസ് പലാക്സി ഓടി 1. സോ ഇപ്പോൾ ഇൻ്റർവെല്ലായി. നമ്മൾ ഇൻ്റർവെൽ ബ്രേക്കിന് പുറത്ത് പോവാണ്. ശരിക്കും നമ്മൾ നേരം വൈകിയില്ല. ഇവിടെയാണ് സ്നാക്സ്, പോപ്കോൺ സംഭവം. നമ്മുടെ ഓടി 1 നമ്മുടെ ഓടി 2 എപ്പിക് സ്ക്രീൻ. സോ ഇതാണ് ലാർജസ്റ്റ് സ്ക്രീൻ എന്ന് പറയുന്ന സംഭവം. പിന്നെ ഇവിടെ 3x4 ഉണ്ട്. എങ്ങനെയുണ്ടോ തിയേറ്റർ? ശോഭയുടെ അത്രയ്ക്കുള്ളതാണ് അവൻ പറയണത്. ഇതാണ് ഇവിടുത്തെ ലാർജസ്റ്റ് സ്ക്രീൻ, എപ്പിക് 2. സോ ഇവിടെ വരാൻ നമ്മൾ പ്ലാൻ ഉണ്ട്. പേരൻസിനായിട്ടല്ലേ, ഞാനും ഇവനും കൂടി എങ്ങാനും വരും അവതാരം എങ്ങാനും കാണാൻ. സോ സ്ക്രീൻ 1 ബേസിക്കലി നല്ല തിയേറ്ററാണ്. ശോഭ അല്ല, നമ്മുടെ ഐനോക്സ് ഇല്ലേ, അതൊക്കെ തന്നെ. അതിൽ കൂടുതൽ വലിയ ഇതൊന്നും പറയാനൊന്നുമില്ല. പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ഇതാണ്. എന്തായാലും നമ്മൾ എപ്പിക്കിൽ അവതാരം വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കില്ല. സോ ഗൈസ്, നമ്മൾ പടങ്ങൾ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. സോ തിയേറ്ററെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നോർമൽ ഒരു ഐനോക്സ് PVR നോർമൽ തിയേറ്റർ സെറ്റപ്പ്. പക്ഷെ അവിടുത്തെ മെയിൻ സംഭവം എപ്പിക് സ്ക്രീനാണ്. അത് നമ്മൾ ഇനി വന്നിട്ട് ചെയ്ത് നോക്കുന്നതായിരിക്കും. പിന്നെ പടം ഫീൽ ഗുഡ് പടം, നോർമൽ ഒരു പടം അത്ര തന്നെ. ഫീൽ ഗുഡാണ് മെയിനായിട്ട് സംഭവം. ഒരു വട്ടം കാണാനുള്ളതുണ്ട്. മസ്റ്റ് തിയേറ്റർ വാച്ച് എന്നല്ല, OTT ഓൾസോ യു ക്യാൻ വാച്ച്. സോ അതാണ് സർവം മായനെ കുറിച്ച് പറയാനുള്ളത്. തിയേറ്ററിനെ കുറിച്ച് ഇഷ്ടപ്പെട്ടില്ല. നീ ഇവിടുത്തെ മെയിൻ സാധനം ഓക്കെ. പടം എന്താ ഇഷ്ടാവാണ്ടിരിക്കാൻ കാരണം? എന്ത് കേട്ടില്ലേ? എന്തിട്ട് പടാണ് അങ്ങനത്തെ കുറച്ച് വെറൈറ്റി പടങ്ങൾ ഇഷ്ടമുള്ളൂ. അങ്ങനെ എല്ലാ പടം ഇഷ്ടാവുന്ന ഒരാളല്ല. എന്തായാലും അച്ഛനമ്മ വരും, നമുക്ക് അവരുടെ റിവ്യൂ ചോദിക്കാം. പടം തിയേറ്റർ എങ്ങനെയുണ്ട്? അച്ഛനമ്മയ്ക്കൊക്കെ പടം ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി. ഫീൽ ഗുഡ് പടം. സോ നമ്മളത് കണ്ടു കഴിഞ്ഞ് നേരെ പോവാണ്. എനിക്കതിനൊരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ഉണ്ട്. അതന്നെ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് രാത്രി പുഞ്ചിറ പോവാണ്. സോ അതൊരു ന്യൂ വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ കാണാം. ബൈ.